ഇതെങ്ങോട്ടേക്കാണ് നമ്മൾ ഈ പോകുന്നത് എന്ന് ഏകദേശം മനസ്സിലായില്ലല്ലേ. അപ്പോൾ നമ്മൾ കൊട്ടിയൂരിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രിയാണ് വന്നിട്ടുള്ളത്. കാരണം പകലൊക്കെ നല്ല തിരക്കായിരിക്കും, രാത്രിയും കുറവൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 8 മണിയായി ഇവിടെ എത്തുമ്പം. അപ്പോൾ നമ്മൾ ഈ ഓടിപ്പിടിച്ച് പോകുന്നത് നമ്മളോട് അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞ് വേഗം വിട്ടോ, ഇതാ കഴിയാനായി എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ ഈ ഓടിപ്പിടിച്ച് പോകുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പതിയെ പോയാലും മതിയായിരുന്നു. കൊട്ടിയൂരിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓർമ്മ വരിക, ഞാൻ ഫസ്റ്റ് തന്നെ കൊട്ടിയൂർ അമ്പലത്തിൽ പോകേണ്ടിയിട്ട് നമ്മളൊക്കെ റെഡിയായി ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെന്തോ ഒരു പരിപാടി ഉണ്ടായിട്ട് ഞാൻ തിരിച്ച് അമ്പലത്തിൽ പോകാണ്ട് തിരിച്ചു വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കൊട്ടിയൂരിൽ എല്ലാ സമയത്തൊന്നും പോകാൻ പറ്റില്ല, ചില സമയത്തൊക്കെ പോകാൻ പറ്റുന്നൊക്കെ. അതിനുശേഷം പിന്നെയാണ് പിറ്റത്തെ വർഷമാണ് ഞാൻ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നത്. ആകെ ഞാൻ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. പിന്നെ ഇതാ 7 വർഷത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ഇപ്പോൾ പോകുന്നത്. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നടന്നു പോകാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു, അധികം മഴ പെയ്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പോയ ദിവസം തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേങ്കിലും നമുക്കെല്ലാ കാര്യങ്ങളും നല്ല മര്യാദയ്ക്ക് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉള്ളിൽ കയറി തൊഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യൂ നിൽക്കണമായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫുള്ള് കർണാടകക്കാരാണല്ലോ, അവർ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അവരിങ്ങനെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സൊക്കെ ഈ ഇതിൻ്റെ പുഴേൻ്റെ സൈഡിലും ടോയ്ലറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും പിന്നെ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഏറ്റവും ബെസ്റ്റ് വർക്കിംഗ് ഡേയ്സിൽ പോകുന്നതാണ്. കാരണം ആ സമയത്ത് ആൾക്കാരുണ്ടാവും, എന്നാലും കുറച്ചും കൂടി ഒരു റഷ് കുറവായിരിക്കും തോന്നുന്നത്. ബാക്കി ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും എങ്ങനെയായാലും. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് പോയാൽ മതി. പുരാണപ്രകാരം ഇവിടെ വെച്ചാണ് ദക്ഷയാഗം നടന്നത് എന്നാണ് പറയുന്നത്. ബാവലി നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം പ്രകൃതിയുടെയും ആത്മീയതയുടെയും അപൂർവ സംഗമമാണ്. എല്ലാ വർഷവും നടക്കുന്ന വൈശാഖ മഹോത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ദിവ്യ സാന്നിധ്യമാണ് കൊട്ടിയൂര്. ദക്ഷയാഗത്തിന്റെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂര്. പിന്നെ കൊട്ടിയൂരിന്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. ഇക്കരെ കൊട്ടിയൂര്, അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞിട്ട്. ഇക്കരെ കൊട്ടിയൂരിൽ എല്ലാ ദിവസവും തുറക്കുന്നതാണ്, വർഷത്തിൽ എല്ലാ ദിവസവും തുറക്കുന്നതാണ്. പക്ഷെ അക്കരെ കൊട്ടിയൂരാണ് ഇപ്പൊ ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത്, അക്കരെ കൊട്ടിയൂരാണ്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറേ ഹിസ്റ്ററികൾ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങുന്നൊരു സംഭവമാണല്ലോ ഓടപ്പൂവ്. അങ്ങനെ ഇതാ ഓടപ്പൂവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇഷ്ടംപോലെ ഉണ്ട്, പല റേറ്റുകളിലാണ്, ചെറുത് വലുത് അങ്ങനെ പലതിനും പല റേറ്റാണ്. അപ്പോൾ അവിടുന്ന് ഓടപ്പൂവൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ മസാല ദോശ, പൊറോട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാല ദോശയും വാവാച്ചിക്ക് ഒരു പൊറോട്ടയായിരുന്നു വാങ്ങിയത്. പൊറോട്ട കണ്ട് ആകെ നമ്മളിങ്ങനെ നിന്നുപോയി. അവളെ കയ്യിൽ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പൊറോട്ടയാണോ ദോശയാണോ എന്ന് ഡൗട്ടായിരുന്നു. അങ്ങനത്തെ ഒരു പൊറോട്ട. മസാല ദോശയൊക്കെ അങ്ങനെ തന്നെ, കുറേ ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ടേസ്റ്റ് അത്രയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ വേറെയുള്ള കാര്യം എന്താ, ഇതുപോലത്തെ ചന്തകൾ 30 രൂപേൻ്റെ 10 രൂപേൻ്റെ അങ്ങനെ കുറേ ബോർഡുകളെല്ലാം വെച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇക്കരെ കൊട്ടിയൂർ. ഈ ഒരു അമ്പലം എല്ലാ സമയത്തും തുറന്നിരിക്കും. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.